Jom. Wait. Jom. Jom. Wait. Jom. Jom. എന്തെല്ലാം ഉണ്ട്? സുഖന്നല്ലേ? എന്റെ എന്തെങ്കിലും സഹായം വേണം? എന്ത് സഹായം? ഞാൻ ഒരു 100 റുപ്യ തരട്ടെ. എന്തിനാ? ആവശ്യമുണ്ടാവില്ല, ഒറ്റക്കല്ല താമസിക്കുന്നത്. വേണ്ട വേണ്ട, ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു നൈറ്റ് വാങ്ങിച്ചരട്ടെ. നൈറ്റി വേണ്ട. ചുവന്ന നൈറ്റി നീ ഇട്ടാണ്ടല്ല, നല്ല സുന്ദരിയായിരിക്കുന്നു. വേണ്ട, പോട്ടെ. നീ എന്നെ അങ്ങനെ പോലെ, നീ എന്നെ വാട്സപ്പിൽ എന്തിനും ബ്ലോക്ക് ചെയ്തിന്? അത് പിന്നെ ആവശ്യമില്ലാത്ത മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ആവശ്യമില്ലാതൊന്നും അയക്കണ്ട, സ്നേഹയെ അയക്കുന്നുള്ളൂ. എനിക്ക് വേണ്ട സ്നേഹം. ആ ബ്ലോക്ക് ചെയ്തൊന്ന് മാറ്റിയിട്ടുണ്ട്. മണ്ടു, ഞാൻ പച്ച സാരി വാങ്ങിച്ചരാം. മണ്ടു, മണ്ടുക്ക നിങ്ങൾ എന്തിടാ? ഞാൻ എന്റെ വാടക മേടിക്കാൻ വന്ന അജ്ജെന്തവിടെ? ഞാൻ വെറുതെ വന്ന്. ആ പജ്ജ് വെറുതെ അങ്ങനെ പിടിച്ചിരിക്കണോണ്ടായിരിക്കും എന്റെ ഗേറ്റ് ഇങ്ങനെ നിക്കണല്ലേ? അല്ലയോ എന്താ എന്റെ കണ്ണിന് അസുഖം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, കൂളിംഗ് ഗ്ലാസ് ആണ്. അതെ, ശരി. അല്ല ഈ പഞ്ചാരയുടെ അസുഖമുള്ളവർക്ക് കണ്ണ് കേട് വരുവേ. എനിക്ക് ഷുഗർ ഉണ്ടോ? ഇല്ല, എനിക്ക് ഷുഗർ ഇല്ല. ഇല്ലല്ലേ? ഇല്ല. ആ ശരി. എന്നാ ഞാൻ അധികം ഇങ്ങനെ കിടന്ന് കെട്ടിത്തരണ്ട. വീട്ടിൽ പോയിക്കോ, എന്റെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ ആരിയിലൊക്കെ വേണ്ടേ? എന്റെ വാടക മേടിക്കാൻ വന്നാണേ. എന്ത് ജാതി ആൾക്കാരാ. അല്ല കുട്ടിയെ, ഇത് എന്തപ്പ ഈ വാടക തരാത്തത്? 5-8 മാസായില്ലേ ഇപ്പൊ ഞാൻ അങ്ങനെ കേറി ഇറങ്ങണത്. എന്താ വാടക തരാത്തത്? കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ മിണ്ടാണ്ടെന്നാൽ എങ്ങനെയാണ്? കയ്യിലില്ലാത്തോട്ടെ കൊയക്ക. ഇത് എപ്പഴാ തരിക? അടുത്ത മാസം. ഇത് ഓരോ മാസം കാലം മാറ്റി പറഞ്ഞാൽ നടക്കൂല. മാസം 8 കഴിഞ്ഞ് ഈ വാടക തരാണ്ട് എന്റെ സ്ഥിതിഗതിയൊക്കെ അറിയണോണ്ടാണ് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കാത്തത്. ഇജിപ്പോ പണിക്കൊക്കെ പോണില്ലേ? പണിക്കൊന്നും പോവാൻ പറ്റണില്ല കൊയക്ക. പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇജാ തുണിക്കടയിൽ പോയായിരുന്നു, അപ്പൊ പോണില്ലേ? എന്താ പോവാത്ത്? അതെനിക്ക് ഈ ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു തുണിയുടെ പൊടിയൊക്കെ അടിച്ചാൽ ഒരിക്കലും മാറൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണിക്കടയിൽ പോകുമ്പോ. അപ്പൊ അത് എങ്ങനെ കഴിയണോ? മോൻ പണിക്ക് പോവും. ഓൻ ചെറുതല്ലേ? അവൻ സ്കൂൾ വിട്ട് വന്നിട്ട് ആ പച്ചക്കറി കടയിൽ സഹായിക്കാൻ പോവും. അതിനൊക്കെ ആയോ? പോവാതെ തരലില്ലല്ലോ കോയക്ക. അവന്റെ കാര്യമെങ്കിലും. എന്തെന്നപ്പ പറഞ്ഞ സങ്കടം പറഞ്ഞ ഞാനായി ചോദിച്ചു തന്നല്ലോ. എന്റെ ആങ്ങളെ ഒരുത്തണ്ടല്ലോ, മന്മഥൻ. ഇങ്ങോട്ട് വരില്ലൊന്നുമില്ലേ? അപ്പൊ അനക്ക് ചോദിച്ചൂടെ? എന്റെ ആങ്ങളല്ലേ 10 പൈസ ഗതി ഇല്ലാണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സഹായിക്കണം എന്ന് ചോദിച്ചൂടെ? വെറുതെ ചോദിക്കാന്നേ ഉള്ളൂ. ആ ജോലി കിട്ടിയ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അത് ശരി. എന്തായാലും അടുത്ത മാസം ഞാൻ വാടക തന്നോളാം. വാടകയുടെ അവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അത് ഇതങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഓനതൊരു മര്യാദ അല്ലല്ലോ. ഇങ്ങനെ ഈ ജാതിയുള്ള അവസ്ഥയിൽ കഴിയുമ്പോ ഓനൊന്ന് വന്ന് കാര്യം അന്വേഷിക്കേണ്ട ഒരു മര്യാദ അല്ലേ? കൂടെപ്പറപ്പല്ലേ? ആ കുഴപ്പമില്ല. ഞാൻ ആ മെമ്പറിനെ ഒന്ന് കാണട്ടെ, മറ്റേ സത്യനെ. ഓനെ കണ്ടിട്ടേ ഞാൻ അതിനുള്ള വഴി എന്താ വെച്ചുണ്ടാക്കി വിഷമിക്കൊന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം കായ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോക്കാനോട് ഈ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. എന്നാ ശരി, അതൊന്ന് ഇറങ്ങാ. ഈ ഗേറ്റിന്റെ അവിടെ കണ്ണി കണ്ട നായ്ക്കൾ വന്ന് നിൽക്കുമ്പോ അത് ഉറക്കാനൊന്നും നിൽക്കണ്ട. ആ ജാതി ആൾക്കാരാണ് അതൊക്കെ. ഇതാരും ഇവിടെ ഒരു കാലുണ്ടെന്ന് വെച്ചേക്കണത്. രാഘവോജ് പോയില്ലേ? ഇല്ല, ഈ ഗേറ്റിന് പെയിന്റ് ഇല്ല, തുരുമ്പ് പിടിച്ചു. അതെ, പെയിന്റ് അടിക്കണം. അയ്യപ്പ പെയിന്റ് പണിയും തുടങ്ങിയോ?
നാടായ നാട് മുഴുവൻ ഗേറ്റിന് പെയിന്റ് അടിക്കാൻ നടക്കാൻ കള്ള നായി. എവിടുന്ന് പറഞ്ഞ ഈ ജാതി സാധനങ്ങൾ? ഇപ്പൊ കോയക ഇപ്പൊ ഇവന് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ആ പെണ്ണിനെയും കുട്ടീനെയൊക്കെ നന്നായിട്ട് നോക്കിയായിരുന്നതാ. അതെ 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 അതെ. അപ്പൊ ഇതിന് കിട്ടിയോട് കൂടിയിട്ട് അവൻ വേഷം മാറിയതാ. എന്നോട് വന്ന് പറയാൻ കാരണം ഇജ്ജ് മെമ്പറാണ്. ഈ മെമ്പറായി ഇരിക്കുക എന്നുള്ള നിലക്കല്ലേ ഇപ്പൊ ഓനക്ക് ആ ജോലി കിട്ടിയത്. വായനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇജ്ജ് പറഞ്ഞോട്ടോ, തുറന്നു പറഞ്ഞോ. എന്താ എന്താ പറഞ്ഞതാ? എന്തേ ചെയ്താ പോയില്ലേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ആ ഞായറാഴ്ച ഇന്ന് രണ്ടാം ശനിയാണ്. അന്ന് പണിയില്ലേ? ഇന്ന് പണിയില്ല. അതെ, ഇരുത്താന്ന് വെച്ചാ കസേരല്ല മുള്ള. കസര മുള്ള. ആ, പിന്നെ കുടിക്കാൻ ചായയും കാപ്പിയൊന്നും എടുക്കാൻ വൈഫ് പുറത്ത് പോയിക്കാം. എന്തിനാ ഞങ്ങൾ കുടിച്ചിട്ടല്ലേ വന്നത്? നന്നായി, ഒക്കെ നന്നായി. അതൊക്കെ നല്ലതിന് തന്നെയാണ്. നമുക്ക് കാര്യം പറയാം. അതെ, ഞങ്ങള് വന്ന കാര്യം പറയാം. എന്താ മണ്ഡോദര കാര്യത്തിൽ നിന്റെ തീരുമാനം? ഒന്ന് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. അല്ല, നിന്റെ കൂടപ്പുറപ്പല്ലേ? നിനക്ക് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിക്കുക? അതൊന്നും ഉണ്ടായില്ലല്ലോ. പാപണ്ട് വന്ന് പരാതി പറയാണ്. എന്റെ ദൈവമേ, ഈ ആൾക്കാർ എന്തൊക്കെയാണ് വിചാരിച്ചു കൂട്ടിക്കണേ? ഒരുത്തിന് സർക്കാരിൽ ഒരു ചെറിയ ജോലി കിട്ടി വെച്ചാൽ ഇവിടെ എന്തൊക്കെയാ പൂഴ്ത്തി വെച്ചിരിക്കുന്നതാണ് വിചാരിക്കണേ. ഓരോ ദിവസം തള്ളി നീക്കുന്ന പാടെ എനിക്കേ അറിയാവൂ. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ മന്മത, ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അനക്ക് ഒരു ദിവസം തള്ളി നിൽക്കാൻ അത്ര ബുദ്ധിമുട്ട്. അപ്പൊ ഒരു 10 വയസ്സിന് ഗതിയില്ലാത്ത ആ കുട്ടസ്ഥിതി ഒന്ന് ആലോചിച്ചോക്കാം. എല്ലാം കയ്യിരിപ്പിന്റെ കുഴപ്പം. എന്ത് കയ്യിലിരിപ്പ്? എന്ത് വർത്താനം മന്മത അങ്ങനെ പറഞ്ഞത്? കണ്ണി കണ്ടവന്റെ കൂടെ ഇറങ്ങി പോയില്ലേ അവള്? അന്നത്തോടെ ഞങ്ങൾ ഉപേക്ഷിച്ചു. എടോ, ആരുടെ കൂടെ ഇറങ്ങി പോയാലും നിങ്ങളുടെ കൂടപ്പുറപ്പല്ലേ അല്ലേ? പിന്നെ അച്ഛൻ സർവീസിലിരിക്കല്ലേ, പിന്നെ അവിടെ ഭർത്താവ് മരിച്ചത്. ഭർത്താവ് മരിച്ചെങ്കിൽ എന്താ, വേറെ കല്യാണം കഴിക്കണം. ആദ്യത്തെ കല്യാണം സ്വന്തമായിട്ട് കഴിക്കാൻ അറിയാമായിരുന്നല്ലോ, അവളെ ഇഷ്ടത്തിന് ഇറങ്ങി പോയല്ലേ? എന്റെ മന്മത, അവളെ കൂട്ടിയിട്ട് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോ ആ ജോലിക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ട് അവകാശം. നീ കരഞ്ഞ അവിടെ കാല് പിടിച്ച് ഞാനും കൂടെ കണ്ടതല്ലോ അല്ലേ? ഞാനും കൂടെ പറഞ്ഞോട്ടല്ലേ നിനക്ക് ആ ജോലി കിട്ടിയത്. അതെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ട. എന്റെ പെങ്ങക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. ചെയ്യണം. അത് പറയാനാ വന്നത്. അത് ഞങ്ങൾ എനിക്ക് മാസം കണ്ട നക്കാപ്പിച്ചെന്ന് ഞാൻ അവക്കൂടെ എന്തെങ്കിലും കൊടുക്കാം. അതെ, എന്താ കൊടുക്കാന്നാ ചോദിക്കാം. ഞാനൊരു 500 വെച്ച് കൊടുക്കാം. ദിവസം പ്രതി 500 ഒന്നും വെച്ച് കൊടുക്കണ്ട. എന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സഹായം അവൾക്ക് ചെയ്യണം. മാസം മാസം കൊടുത്താൽ മതി. മാസം കൊടുക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞ. 500? എത്ര? 500 റുപ്യ? എന്താ മൂക്കിന് വലിക്കാണ്ടോ 500 റുപ്യ? എന്താ പറഞ്ഞേ? അതെ, 500 കൊണ്ട് അന്തസ്സായിട്ട് കഴിയുന്ന കുടുംബം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഏതാ വീട്ടിൽ ചെന്ന് കാണിച്ചാട്ട് അന്വേഷിച്ചാൽ മതി. മെമ്പറും കൂടെ ഒക്കെ അല്ലേ, പോയി അന്വേഷിക്ക്. പിന്നെ 500 റുപ്യക്ക് ജീവിക്കണ കുടുംബം നോക്കി നടക്കല്ലേ ഞങ്ങക്ക്. വേണേ കൊടുത്താൽ ഇജ്ജ് കൊടുക്കണ്ട. എന്റെ ഈ 500 റുപ്യക്ക് വരണായിട്ട് നല്ല തെണ്ട. അത് നല്ലത്. അതെ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് നിങ്ങൾ പണി ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ ഒരു പണി ദൈവം സഹായിച്ചിട്ടുണ്ട്. പണിയില്ലാതെ ഒരുപാട് പേര് ഇവിടെ നടക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ പണി ഒപ്പിച്ചു കൊടുക്കും. നടന്ന ഓനോട് വർത്താനം പറയാക്കണ്ട. അങ്ങോട്ട് ആയോ വെറുതെ നായി. ഹലോ, തുപ്പലൊക്കെ അങ്ങ് ഗേറ്റിന് പുറത്താ. അല്ല പിന്നെ നായി തൂപ്പി തോൽപ്പിക്കാൻ കണ്ടോനെ. എനിക്കിത് മുമ്പേ അറിയായിരുന്നു. ഹലോ, ആ പോകുമ്പോ ഗേറ്റ് അടച്ചിട്ട് പോണം. എന്താണ്? ഗേറ്റ് അടച്ചിട്ട് പോണം. എന്താ ഗേറ്റ് അടച്ചിട്ട് പോണോന്ന്? ഗേറ്റ് നിന്നെ മൊത്തത്തിൽ അടപ്പിക്കണം. ആയിക്കോട്ടെ, അതിനെ മൊത്തത്തിൽ അടപ്പിക്കാം. ഈ ജാതി സാധനങ്ങളോട് സംസാരിക്കാൻ വെക്കണം. പിന്നെ പോകുന്ന ഈ വള്ളപ്പന്നി മന്മഥനെവിടെ? പുറത്തേക്ക് പോയല്ലേ സാർ? പുറത്തേക്ക് പോയി? എപ്പോ? ഒരു അരമണിക്കൂറായി കാണും അല്ലേ? ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആള് അരമണിക്കൂറായിട്ട് പുറത്തു പോയിക്ക്. റേഷൻ കടയിലെ വെള്ളരി കിട്ടുന്നില്ല, വെള്ളരി കിട്ടില്ല എന്ന് പരാതിയാ. വന്ന അരി എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞാ ഞാൻ. ഇത് ഭയങ്കര തലവേനായിട്ടത്. ഞാനൊരു കാര്യം പറയാം സാർ, ഇവിടെ വർക്കല്ല നടക്കണേ, ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടക്കണേ. സ്ഥലക്കച്ചവടമാണ്. ഇപ്പൊ വരുന്ന ഫോൺ മുഴുപ്പ് അതിനാ പോയിരിക്കണ മൂപ്പര്. ഇവിടെ ഞങ്ങളൊക്കെ പണിയെടുക്കാൻ മൂപ്പരെ കാര്യം നോക്കുക, വേറെ പൈസ ഉണ്ടാക്കുക. അതെ, ഈ നാട്ടിലധിക കാലമായിട്ട് സ്ഥലക്കച്ചവടം നടത്തില്ല. ഉടനെ ഇവിടുന്ന് മാറ്റേണ്ടി വരും. അതാ നന്നാവുക. അയാളെ നമ്പിയിരുന്ന കാര്യം നടക്കില്ല. ആ വെള്ളരി വന്നത് എല്ലാ റേഷൻ കടയിലേക്കും ഒരുപോലെ എത്തിക്കണം. എന്താ അവിടെ
ആകെ 2 പേരല്ലോ ഇത്. ഇങ്ങനെ തിരക്കിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഓരോരുത്തർക്ക് കയറി വന്നാ പോരെ? എന്തേ? ജോലിയുടെ കാര്യത്തിന് വന്നാണ്. ജോലിയുടെ കാര്യത്തിന്. അങ്ങനെ ജോലിയുടെ കാര്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോട്ടം പണിയൊന്നല്ല വന്നവർക്ക് മുഴുവൻ ജോലി എടുത്തു കൊടുക്കാൻ. എന്ത് ജോലി? നിങ്ങൾക്ക് എന്ത് ജോലി? ഇവിടെ റേഷൻ കടയായിട്ട് ബന്ധപ്പെട്ട വല്ല പരാതി ഉണ്ടെങ്കിൽ അത് പറയും. ഇല്ല സാറേ, ഇത് നമ്മുടെ സ്ഥാപനമാണ്. ഇവിടുത്തെ ക്ലർക്കില്ലേ ആക്സിഡന്റിൽ മരണപ്പെട്ട സുരേഷ്. പറയട്ടെ, സുരേഷിന്റെ ഏട്ടന്മാരാണ്. ഇത് മൂത്തേട്ടന് ഉണ്ണി, ഞാൻ പാരി. നിങ്ങളെ അന്ന് മരിച്ചെന്ന് അവിടെ കണ്ടിട്ടുണ്ട്. മൂപ്പരെ കണ്ടില്ലല്ലോ. നിങ്ങൾ വരുമ്പോ റീത്തൊക്കെ വെച്ചത് ഞാൻ കണ്ട്. പിന്നെ ആ മനപ്രയാസത്തിന്റെ ഇടക്ക് അല്ല, നിങ്ങളെ കണ്ടില്ലല്ലോ അന്ന്. ജാമ്യം കിട്ടിയില്ലല്ലോ. എവിടെയാണ്? ഞാൻ ജയിലിൽ. എന്ത് കാര്യം? ചെറിയൊരു കത്തിക്കൊത്ത് ആള് പോയി. അറിയിക്കൂ, അന്ന് വക്കീല് ജാമ്യം മേടിച്ചു തന്നില്ല. ഓൻ ഒറ്റൊരുത്തനാ കാരണം. അല്ലെങ്കിൽ നമ്മൾ കാണുമായിരുന്നു. രാജാ, ഞാൻ പറഞ്ഞ വക്കീൽ ഒരു പണി കൊടുക്കണം. അവനെ പണിയാട്ടാന്ന്. അവനെ നമ്മൾ പണിയും. ഓനാണ് ഇപ്പൊ ഇവിടെ പറയണ്ട. അല്ല, ഇപ്പൊ ഇവിടെ വന്നത് സാറേ, സുരേഷായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഏക ആശ്രയം. അവൻ ജോലിയുള്ളതുകൊണ്ടാണ് അമ്മയും ഞങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുന്നത്. അവനിരുന്ന കസേര കാണുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ ആളുകളൊക്കെ പറഞ്ഞ് സർക്കാർ ജോലിയുള്ള ആളുകൾ സർവീസിലിരുന്ന് മരിച്ച ഏട്ടനും അനിയനൊക്കെ ജോലി കിട്ടാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞു. ആശ്രിത നിയമനം. അപ്പൊ ആശ്രമ നിയമനം. ആശ്രമല്ല, ആശ്രിത നിയമനം. ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നാലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ആശ്രിത നിയമനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതെ, കുടുംബത്തിലൊരാള് ജോലിയിലുള്ളപ്പോൾ അയാളെ ആശ്രയിച്ചിട്ടാണ് ആ വീട്ടുകാർ കഴിഞ്ഞിരുന്നത്. അയാള് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. അപ്പൊ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ജോലി കൊടുക്കും. അതാണ് ആശ്രിത നിയമനം. അത് എനിക്ക് വേണമെന്നാണ് പറയണത്. അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നാൽ ജോലി കിട്ടില്ല. അതിന് ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്. മനസ്സിലായ? നിങ്ങൾ ആദ്യം ഈ മരിച്ച ആളുടെ ബയോഡേറ്റ തരണം, അതിന്റെ കൂടെ അപേക്ഷ തരണം, നിങ്ങളായിട്ടുള്ള ബന്ധം തരണം. അങ്ങനെ സാറേ അല്ലാണ്ട് എന്റെ അപേക്ഷ നേരത്തെ കൊണ്ടതല്ലേ? എന്ത് പേപ്പറുകളത്? അല്ലാണ്ട് മരിച്ചതിന്റെ 7ന്റെ കടലാസ് ഉണ്ട്. സദ്യയുടെ കണക്ക് അതൊക്കെ ഞാനാ പൈസ കൊടുത്തത് സാറ്. ഇയാളുണ്ടായില്ല അവിടെ. ഞാനാ കൊടുത്തത്. അല്ല, ഇതൊന്നും അല്ല വേണ്ടത്. അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അയാളായിട്ടുള്ള നിങ്ങളായിട്ടുള്ള ബന്ധം, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് അതിന്റെ കൂടെ അപേക്ഷയായിട്ട് എഴുതി തയ്ക്കണം. കയ്യിൽ വെച്ചോളൂ. തന്നത് ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ള കൊണ്ടുവന്ന് തന്നാ മതിയല്ല. പേപ്പറെ കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം. അല്ല, ഇതേ എന്തായാലും ടൈം എടുക്കട്ടോ അത്. സാറേ, ഒരു ആഴ്ച കഴിയോ? ഒരാഴ്ചയോ? എന്തെങ്കിലും പറഞ്ഞ് ഇതൊക്കെ മാസങ്ങൾ എടുക്കും ചിലപ്പോ നിയമനം വരാൻ. മാസങ്ങളോളം. ഞാനൊരു കാര്യം പറഞ്ഞ സാറ് വിഷമിക്കരുത്. എന്ത്? പട്ടിണിയിലാണ് സാറേ. ഒന്നും കഴിക്കാത്തത്ര ദിവസങ്ങളെ. പോയ പിന്നെ കഷ്ട, സുഖമില്ല, ശ്വാസം മുട്ട്, വാദം, പിത്തം, കുഷ്ടം, കോപം, മലവെട്ടൽ, നെഞ്ചരിച്ചൽ, വായുകോപം, പിത്തകോപം, ഒരുപാട് കോപങ്ങളുണ്ട്. ഡോക്ടർ പറയില്ല എല്ലാം. കല്യാണം കഴിച്ചിട്ട. ഗവൺമെന്റ് പണിയില്ലാത്ത ആർക്ക് പണം എല്ലാം. ഈ ഗവൺമെന്റ് പണി കിട്ടിയിട്ട് വേണം കല്യാണം കഴിച്ച് ഇവനെല്ലാം പോറ്റാൻ വേണ്ടിട്ട്. ഉണ്ണീന്ന് പറഞ്ഞ നിങ്ങൾക്കാണ് ജോലിക്ക് അപേക്ഷിക്കണേ? അല്ല, എനിക്കാണ് ജോലി വേണ്ടത്. അല്ല, എനക്കാണല്ലോ. ഏട്ടന് ജോലി എന്നാ ജയിലിൽ കിടക്കും, ഇവിടെ പണിക്ക് വരുമോ? എന്താണ് പറയുന്നത്? എന്താ പറയണ? എനിക്കാണ് ജോലി. സാറേ, 8ാം ക്ലാസ് തോറ്റതാണ്. ഞാൻ SSLC ആണ്. പണ്ടത്തെ 8ാം ക്ലാസ് MA ആണ് ഇല്ലത്തെ. കാര്യം പറയട്ടെ, ഈ സുരേഷിന്റെ ജോലി ഒരാൾക്കേ കിട്ടുള്ളൂ. അത് ആർക്കാ വേണ്ടത്? എനിക്കാ വേണ്ട സാറേ. സുരേഷിന്റെ ആത്മാവ് പൊറുക്കൂല ഇയാൾക്ക് കൊടുത്താൽ. തലവേദന ഉണ്ടാക്കി. അതെ, ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കല്ലേ? പുറത്ത് തീരുമാനിച്ചു പോയിട്ട് തീരുമാനിക്കാൻ വേണ്ടത്. ഇല്ല, പറയട്ടെ. തീരുമാനിച്ചിട്ട് വരും. തലക്കോളി വേണ്ട. അതെ, ഇവിടുന്നല്ല പുറത്തു പോയി. ഇല്ല, പുറത്തു പോയി സംസാരിച്ചിട്ട് വരിങ്ങള്. ഇത് സർക്കാർ ഓഫീസാണ്. അല്ല, വന്നവരെ പക്കിട്ട് കത്തി കയറ്റാനല്ല ഞാൻ കേറാ. ആദ്യം സർക്കാർ ഓഫീസ് പണിയെടുക്കാന്ന് വെച്ചാൽ ശ്വാസം മുട്ടാണ് ജയിലിൽ പോണെന്നൊക്കെ പറയാം. പിന്നെ ഇവിടെ പണിക്ക് വരാൻ ആള് വേണ്ടേ? മാറിക്കോ അങ്ങോട്ട്. നീ പോ. ഏട്ടൻ പോ. നീ വീട്ടിൽ പോ. രണ്ടാളൊന്ന് പുറത്തേക്ക് പോ. ചെല്ലേ. അതെ, താനല്ലൂടോ വീട്ടിൽ വെച്ച് അതെ, എന്തെങ്കിലും കാണിക്കരുത്. ഒരു ഓഫീസാണിത്. എനിക്ക് തന്നോന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ എന്തായാലും പുറത്തു പോയിട്ട് നിങ്ങളെ രണ്ടുപേരും പുറത്തേക്ക് പൊക്കോളൂ. സാർ പറഞ്ഞിട്ടില്ല. അപേക്ഷയായിട്ട് വന്നാൽ മതി. അപേക്ഷയായിട്ട് വരാനൊന്നുമില്ല. ഇവനെ കൊന്നിട്ടായാലും ഞാൻ ഈ ജോലിക്ക് കയറുന്നു.
ചെല്ലു, രണ്ടാളും ചെല്ലു. ഒരു കാര്യം ഞാൻ പറയാം. നീ ഇപ്പൊ പോ. നീ പോടാ. നീ ഇപ്പൊ പോ. നിങ്ങൾ രണ്ടാളും പോകുന്നുണ്ടോ? സാറേ ഒരു കാര്യം ഞാൻ പറയാം. ജോലി ഇറക്ക് വേണം. ഞാൻ മൂത്തെത്തണം. നിങ്ങൾ പുറത്തു പോകാൻ പറയാനില്ല നിങ്ങള്. ഇതെന്താ ചന്ത അത്? ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടെണ്ണം ഓഫീസിൽ കയറി വരുന്നത്. ഇവർക്ക് രണ്ടാൾക്കും സർക്കാർ പണി കിട്ടൂല കേട്ടോ. ഒരുത്ത മറ്റവനെ കൊല്ലുന്നല്ലേ പറഞ്ഞു. ഒരുത്ത ചത്തുപോ ഒരുത്തും ചെല്ലുമ്പോ പണി